അസ്സലാമു അലൈക്കും. എച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ദിവസം തുടങ്ങുകയാണ്. രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് പോത്തുകളെ അടുത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ തന്നെയാണ് രാവിലെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോത്തുകളെ അടുത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവർക്കെല്ലാം തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡിയാണ്. അരിയും തവിടും കൂടി വേവിച്ചതാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരടുത്തുനിന്ന് പോയി നോക്കി വന്നിട്ടേ ചായ കുടിക്കുള്ളൂ. ഒക്കെ ഉണ്ടാക്കി വെച്ചു. ചായ ഉണ്ടാക്കുകയാണ്. ചായയും ആംപ്ലേറ്റും ബ്രെഡും ചെറിയൊരു നാസ്ത. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടുകാരുണ്ടാക്കുന്നത് 10-11 മണിക്കൊക്കെ കഴിക്കും. ഇത് ഞാൻ രാവിലെ നേരത്തെ നീക്കുമ്പോൾ ഉള്ളൊരു ചെറിയ പരിപാടിയാണ്. അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കൽ. എനിക്ക് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഇനിയിപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞാലാണ് പോത്തൂട്ടന്മാരുടെ പണി. ഇപ്പോൾ ഇത് ചായ ഉണ്ടാക്കുകയാണ്. ആംപ്ലേറ്റ് അല്ല, 2 മുട്ട പൊരിക്കലാണ്. ആംപ്ലേറ്റും ഉണ്ടാക്കും ചില പ്രാവശ്യം. ഈ ബ്രെഡ് എടുത്തുകൊണ്ടിരട്ടെ. ബ്രെഡ് എടുത്തു വിടുന്നു. ഇനി 2 മുട്ടയും കൂടി ഉണ്ട്, അതും കൂടെ പൊരിച്ച് അവിടെ റെഡിയാക്കി വെക്കും. പിന്നെ പോത്തൂട്ടന്മാരുടെ അടുത്തൊക്കെ പോയി വന്നിട്ട് ചായ കുടിക്കുള്ളൂ. ഇപ്പോൾ നമ്മളെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെവിടെ ചായപ്പൊടി തരയാണ്. ചായപ്പൊടി കിട്ടി. ചായപ്പൊടി ഇട്ടു. വെളിച്ചെണ്ണ ഒഴിച്ച് കോഴിമുട്ട 2 പൊരിച്ച് അവിടെ വെക്കും. പിന്നെ ബ്രെഡ് ഉണ്ടാക്കും. ബ്രെഡൊന്ന് ചൂടാക്കും. അത് ചൂടാക്കി കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കി കുടിക്കൽ ലാസ്റ്റാണ്. ചായ കുടിക്കൽ അവരുടെ അടുത്തൊക്കെ പോയി വന്നിട്ട് അവരുടെ ഫുഡ് കഴിക്കലൊക്കെ കൊടുത്തിട്ട് പോത്തൂട്ടന്മാരുടെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ ഉണ്ടാക്കൽ. ചായ ഉണ്ടാക്കി വെച്ച് കഴിക്കൽ. ഉണ്ടാക്കി അവിടെ വെക്കുകയാണ്. അപ്പോൾ മുട്ട പൊരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു മുട്ട ഒന്നും കൂടി ഒഴിക്കുകയാണ്. ഒരു മുട്ടയും കൂടി ഒഴിച്ചു. 2 മുട്ട. കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടി ഒഴിച്ചാൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് കിട്ടിക്കോളും. വെളിച്ചെണ്ണ കുറച്ച് മുട്ട പൊരിക്കുന്നതിൻ്റെ ഫ്രൈ അല്ല, ഫുൾ ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ഇത് ചട്ടിയിൽ പിടിക്കാതെ കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ചായപ്പൊടി 1/2 ടീസ്പൂൺ ചായപ്പൊടി ആണ് നമ്മൾ ഉപയോഗിക്കൽ. 1/2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ പാൽപ്പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ ഗ്ലാസ് ചായ. രാവിലെ നീച്ചപാട് 1 ഗ്ലാസ് വെള്ളം കുടിക്കാം. വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ ഒരു ചെറിയ ഗ്ലാസ് ചായ. ഇതാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പഞ്ചസാര 1/2 ടീസ്പൂൺ പഞ്ചസാര എടുത്തു. പഞ്ചസാര 1/2 ടീസ്പൂൺ എടുത്തു. ചായപ്പൊടി ഇട്ടു. ഇനി ഒരു പാട്ടയിൽ പഞ്ചസാരയും ചായപ്പൊടി ഇട്ടതിലേക്ക് പാൽപ്പൊടി ഇട്ടതിലേക്ക് ഈ ചായപ്പൊടി ഒഴിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ചായ റെഡിയാക്കി. നമ്മുടെ ചായ റെഡിയായി. ഫ്രൈ റെഡിയായി. ബ്രെഡ് ഫ്രൈ റെഡിയായി. അത് റെഡിയായി. ബ്രെഡ് 3 പീസ് ബ്രെഡ്. ഇതിപ്പോൾ ഇനി പോത്തൂട്ടന്മാരുടെ അടുത്ത് പോയി വന്നിട്ടേ കഴിക്കുള്ളൂ. ഇപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ അവരവിടുന്ന് തിരക്കൂട്ടുന്നുണ്ട് ഭക്ഷണം കഴിക്കാനേ. രാവിലെ എൻ്റെ സൗണ്ട് കേട്ടാൽ അപ്പോൾ അവരവിടുന്ന് തിരക്കൂട്ടും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകുന്നുള്ളൂ. ഇതാ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ആളും അവിടെ കഴിക്കുന്നുണ്ട്. ഈ ചെറിയ കുട്ടികളുണ്ട് അവിടെ. അവരുടെ ഇടയിൽ കൂടിയാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. അവർക്ക് വലിയ ബുദ്ധിമുട്ട് കണ്ടിട്ട്
സഹിക്കണില്ല. ഇനി അവർക്ക് ലാസ്റ്റേ കൊടുക്കുള്ളൂ. അവരത് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചായ കുടിക്കുള്ളൂ. ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്, ചായയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇവരുടെ കരച്ചിൽ കേട്ടപ്പോൾ പെട്ടെന്ന് ഇട്ട് പോരുക ചെയ്തത്. അവർക്ക് എന്നെ കാണണം, നേരം വെളുത്താൽ ഇന്നെ കാണണം. അപ്പോൾ മൈസൂർ പഴമോ എന്തെങ്കിലും ഓരോന്ന് കൊടുത്താൽ മതി. വയറ് വിശന്നിട്ടൊന്നുമല്ല കരയുന്നത്, എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ കരയുന്നത്. അപ്പോൾ ഓടിച്ചെന്ന് ഞാൻ രാവിലെ ചെന്ന് ഓരോ മൈസൂർ പഴം അവർക്ക് കൊടുക്കും. എന്നാൽ പിന്നെ അവർക്ക് ഭക്ഷണം എപ്പോൾ കിട്ടിയാലും കുഴപ്പമില്ല. അതാണ് ഇവർ രണ്ടാളും നല്ല കുസൃതിക്കാരാണ്. ഇവർ തമ്മിൽ വലിയ കുത്തുകൂടലാണ്. രണ്ടുപേരും നല്ലോണം കുത്തുകൂടും. അതാണ് വലിയ പ്രശ്നം. നമ്മളൊന്നും ചെയ്യില്ല, ആൾക്കാരും ഒന്നും ചെയ്യില്ല, അവർ തമ്മിൽ കുത്തുകൂടുകയാണ്. അപ്പോൾ ഇന്നൊരാളെ മാറ്റിക്കെട്ടിക്കാണ്. ഇന്ന് മാറ്റിക്കെട്ടി കഴിയുമ്പോൾ മാറ്റിക്കെട്ടി അവരെ കുറച്ചും കൂടി ദൂരം കെട്ടി അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. 4 പേർക്ക് നിൽക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ ഈ കുത്തുകൂടൽ ഇത് അവരെ ഭക്ഷണമാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ റെഡിയായി. ഈ ചോറും ഇവിടെ അരിമില്ലുണ്ട്. ഈ അരിമില്ലിൽ നിന്ന് കൊടുക്കുന്ന വേസ്റ്റ് റൈസാണ്. 1 കിലോ 24 റുപ്യാണ് വില. ആദ്യം അത് 15-നൊക്കെ 16-നൊക്കെ കിട്ടിയിരുന്ന സാധനമാണ്. ഇപ്പോൾ ഇത് വില കൂടിക്കാണ്. 24 റുപ്യാണ്. 6 കിലോനാണ്. 5 കിലോന് 800 ഒരു ദിവസം ഇവർക്ക് 7 പേർക്ക് കൂടി ഉണ്ടാക്കുന്നത്. രാവിലെ ഇത് കൊടുക്കും. പിന്നെ ഒരു 12-12:30ക്ക് കുറച്ച് തവിടിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു 4 പാട്ട വെള്ളം ഓരോരുത്തർക്ക് കൊടുക്കും. ചില ദിവസം വെള്ളം നല്ലോണം കുടിക്കും, ചില ദിവസം കുടിക്കില്ല. അതെന്താണെന്നുള്ളതിനെ പറ്റി അറിയില്ല. ചില ദിവസം വെള്ളം നല്ലോണം കുടിക്കില്ല, എത്ര കൊടുത്താലും കുടിക്കും. ചില ദിവസം വെള്ളം അധികം കുടിക്കില്ല. അങ്ങനെയാണ്. ഇതിപ്പോൾ ചെറിയ കുട്ടന്മാർക്ക് ഉള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ 3 പാത്രമുണ്ട്. ഈ 3 പാത്രത്തിലേക്കും ഇവരെ ഫുഡ് റെഡിയാക്കുകയാണ്. ആ പാത്രത്തിന് ഈ 2 പാത്രം ഓരോ ദിവസം രാവിലെ. കുറച്ച് ചൂടുണ്ട്. ഇപ്പോൾ ഇത് രാത്രി അടുപ്പത്ത് വെച്ചതാണ്, പക്ഷേ എന്നാലും ഇത് കുറച്ച് ചൂടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം. കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ചൂട് കറക്റ്റാക്കിയിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മളെ പോത്ത് വളർത്തൽ രീതി. രാവിലെ നീച്ച് ഈ പണിയാണ്. 1 മണിക്കൂർ നേരം ജോലി എനിക്കുണ്ടാവും. രാവിലെ നീച്ചാൽ സമയമൊന്നും നോക്കലില്ല, നേരം വെളുക്കുന്നതാണ് കണക്ക്. നല്ലോണം കണ്ണ് കണ്ട പുറത്തേക്ക് ഇറങ്ങി ഇവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ സമയം നോക്കലുണ്ട്. 1 മണിക്കൂർ കൊണ്ട് രാവിലത്തെ പരിപാടി കഴിയും. അതുപോലെ വൈകുന്നേരവും 1 മണിക്കൂർ. അങ്ങനെ കുറച്ച് പുല്ലോ വൈക്കോലിടുകയാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ടൈമൊന്നും വേണ്ട. അതിൻ്റെ ആ നൂല് പൊട്ടിച്ചുകൊണ്ട് പരത്തിയിട്ട് കൊടുത്താൽ മതി. അതിന് 5 മിനിറ്റ് മതി. അല്ല പുല്ലാണെങ്കിൽ കുറച്ച് അപ്പുറത്തുനിന്നൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരണം. നമ്മളെ സ്കൂട്ടി ഉണ്ട്, ആ സ്കൂട്ടിയിലാണ് വെച്ച് കയറ്റി കൊണ്ടുവരും. 2-3 ട്രിപ്പായിട്ട് കൊണ്ടുവന്ന അതിന് 1 മണിക്കൂറേ വേണ്ടുള്ളൂ. ഇത് 3 ട്രിപ്പ് കുറേശ്ശെ കൊണ്ടുവരും. അതിട്ട് കൊടുക്കും. പിന്നെ രാത്രി നല്ലോണം കൊടുക്കും, പുല്ലിട്ട് കൊടുക്കും. പുല്ല് വയ്ക്കാൻ എന്താണെങ്കിലും രാത്രി നല്ലപോലെ കൊടുക്കും. രാത്രി നല്ലപോലെ ഇവർക്ക് തിന്നാൻ കിട്ടണം. എന്നാൽ രാവിലെ കുറച്ച് വൈകിയാലും അവർക്ക് പ്രശ്നമില്ല. ഇതാണ് ചെറിയ ചെക്കന്മാർ. ഇവരെ ഞാൻ പലപ്പോഴും പറയലുണ്ട് അവരെ വില. അതിൽ ആ ഒറ്റക്ക് നിൽക്കണവൻ്റെ ഈ ആദ്യം കാണുന്നവനാണ് 4500-ൻ്റെ ആൾ. ഇവന് ചെറിയ കുട്ടിയായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ചന്തയിൽ ഇതിനെയും മേടിച്ചു കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നു, അത്രയും ചെറിയ കുട്ടീനെയല്ലേ കൊണ്ടുപോകുന്നു എന്നുള്ളതിലേക്ക്. അവിടുന്ന് വലുതായി. വേറെ 2 പേരെ കൊടുക്കുന്നത് ഒരാൾക്ക് 8500 രീതിയിലാണ് കൊടുത്തത്. ആദ്യം കൊടുത്തതും അങ്ങനെ തന്നെ 10000-ൻ്റെ താഴെ കൊടുന്നു. അവർക്കൊക്കെ ഇപ്പോൾ കൊടുത്താൽ 55-60 കിട്ടും. നല്ല പൈസയും ചിലവാക്കി ഞാനിങ്ങനെ ഫുഡും ഒക്കെ നല്ലപോലെ കൊടുക്കും. അതൊക്കെയാണ് നമ്മളെ രീതി. ഇങ്ങനെയാണ് ഈ നമ്മളെ പോത്ത് വളർത്തലിൻ്റെ രീതി. എനിക്കതുകൊണ്ട് നല്ല മെച്ചത്തിലാണ്. 3 വർഷമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. പക്ഷേ വീഡിയോ പിടിക്കലൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇതിപ്പോൾ 1 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷേ ഈ പോത്ത് വളർത്തൽ തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഈ 3 കൊല്ലം നല്ലൊരു ലാഭം എനിക്ക് കിട്ടിക്കണം. ഒരെണ്ണത്തിന് 30-35,000 അങ്ങനെ ഓരോ 8 മാസം 9 മാസം ഒക്കെയാണ് നോക്കിയിട്ട് അങ്ങനെ കൊടുക്കല്. പക്ഷേ ഈ പ്രാവശ്യം 2 എണ്ണം കുറച്ച് വൈകിക്കണു. പെരുന്നാളിൻ്റെ മുമ്പ് വാങ്ങി. പെരുന്നാളിൻ്റെ ടൈമിലേ കൊടുക്കുള്ളൂ. ആ ടൈമിൽ കൊടുത്താലേ നമുക്കതിനുള്ളൊരു വില കിട്ടുള്ളൂ. മറ്റുള്ള ടൈമിലൊക്കെ കച്ചവടക്കാരെ അത് അവരങ്ങനെ ഇത്രയെന്ന് പറഞ്ഞ് ഇതാക്കുള്ളൂ. പെരുന്നാളിൻ്റെ ടൈമിലാണെങ്കിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ പോത്തിനാണ് കൂടുതൽ ഡിമാൻഡ്.
നല്ല പോത്താണെങ്കിൽ അത്യാവശ്യം നല്ല വിലയും കിട്ടും. ഒരു പ്രയാസമില്ല. നമ്മൾ എവിടെയും ചന്തയിലോ എവിടെയും കൊണ്ടുപോകണ്ട. നമ്മൾ ഫേസ്ബുക്കിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ ഇട്ടാൽ ആൾക്കാർ കച്ചവടക്കാരല്ല അല്ലാത്തവരും ആവശ്യക്കാർ നമ്മളെ അടുത്ത് വരും. അപ്പോൾ അവർ നമ്മൾ വില പറയും. നമ്മൾ ആ കച്ചവടക്കാരോടൊക്കെ കാണിക്കും ഇത് എത്ര വിലക്കുണ്ട്, എത്ര തൂക്കം, ഇറച്ചി തൂക്കം എത്ര ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കും. എന്നിട്ട് അവരൊക്കെ പറഞ്ഞു തരും ഇത്ര ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു വില ദേശം വില പറയും. അത് വില ഒത്തു കഴിഞ്ഞാൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കൂല. വില കിട്ടിയില്ലെങ്കിൽ കൊടുക്കൂല. അങ്ങനെ പെരുന്നാളിനുള്ളിൽ എങ്ങനെയും കച്ചവടം നടക്കുന്നുണ്ട്. പെരുന്നാൾ അടുപ്പിച്ച് 15 ദിവസം മുമ്പ് ശ്രമിക്കും, വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമുക്കിത് കുറച്ച് പൈസ ചിലവാകും. ഇപ്പോൾ 24 ഉറുപ്പ്യാണ് ഒരു കിലോ അരിക്ക്. ഒരാൾക്കൊരു 20 ഉറുപ്പ്യ ഒരു ദിവസം, 25 ഉറുപ്പ്യ ഒരു ദിവസം ചിലവ് വരുന്നുണ്ട്. പുല്ലിൻ്റെയും വൈക്കോലിൻ്റെയും ഒന്നും ഇപ്പോൾ ഇതിൽ കൂട്ടുന്നില്ല. അപ്പം അങ്ങനെ അവരത് കഴിഞ്ഞ് വന്നു. ഇപ്പം ഞാൻ ചായ കുടിക്കാൻ റെഡിയാണ്. ചായ ആംപ്ലേറ്റും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് പോയതാണ്. അപ്പോൾ ഇനി ചായ കുടിക്കേണ്ട പരിപാടിയിലാണ്. ഇതാണിപ്പോൾ നമ്മളെ പോത്ത് വളർത്തേണ്ട രീതി. അപ്പോൾ ഞാൻ ആദ്യം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിച്ചിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ആ ഓല അവിടുന്ന് ഇന്നെ കണ്ടാൽ മതി അവൾക്ക്, എന്നാൽ പിന്നെ അവൾക്ക് തിന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ഓടിച്ചെന്നതാണ്.